ഹായ്, എല്ലാവർക്കും നമസ്കാരം. സൗമ്യ സിമ്പിൾ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കടല കുത്തിക്കാച്ചിയതാണ് കേട്ടോ. കടല കുത്തിക്കാച്ചിയത് എന്ന് പറയും, കടല ഉപ്പേരി എന്നൊക്കെ പറയും. ഇത് തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ള കടലയാണ്. ഒരു ഗ്ലാസ് കടലയാണ് കേട്ടോ ഇട്ട് വെച്ചത്. നമ്മുടെ ചായയൊക്കെ കുടിക്കുന്ന ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് കടല. ഇത് ഞാൻ പിറ്റേ ദിവസം രാവിലെ നന്നായി കഴുകി എടുത്തിട്ട് ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാനിതിലേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളവും ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇത് കടലൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനൊരു പാൻ വെച്ചു. ആ പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുമ്പോഴാണ് ഇതിന് സ്വാദ് കേട്ടോ. ഞാനും അനിയനും ഒക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും കടലുപ്പേരി ഉണ്ടാവും. ഈ കടലുപ്പേരി മാത്രം മതി നമുക്ക് ഊണ് കഴിക്കാൻ. ഭയങ്കര സ്വാദായിരുന്നു അത്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ അന്ന് എൻ്റെ അമ്മ എനിക്ക് അച്ചമ്പങ്ങളുണ്ട്, അച്ചമ്പങ്ങളൊക്കെ ഉണ്ടാക്കി തന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത്. വെളിച്ചെണ്ണ എടുത്ത് കൊടുത്തു. അതിൽ ഞാനൊരു 10-15 ചെറിയ ഉള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളി ചതച്ചതാണ്. ഈ ഉള്ളി ഇങ്ങനെ കടലുപ്പേരി ഉണ്ടാക്കുമ്പോൾ ഉള്ളി ചതക്കുക തന്നെ വേണം. അതാണ് അതിനൊരു സ്വാദ്. അതിനുശേഷം ഞാൻ രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചതച്ച മുളക് ഒരു 3 ടീസ്പൂണാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. എരിവിനനുസരിച്ച് നിങ്ങൾക്കത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എരിവ് കുറവാണ് വേണ്ടവർക്ക് അതങ്ങനെ അതിനനുസരിച്ച് ചെയ്യാം. എന്നിട്ട് അതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ ഉള്ളിയുടെയും മുളകിൻ്റെയും ഒക്കെ ഈ കൂട്ട് നന്നായിട്ട് മൂത്ത് വന്നാൽ നമുക്ക് ആ കടല അങ്ങനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചിലർ ആ കടലയിലത്തെ വെള്ളം കളഞ്ഞിട്ട് കടല മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കും. പക്ഷേ അതിനേക്കാളും സ്വാദ് ആ വെള്ളത്തോടെ തന്നെ കടല ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണതാണ് കേട്ടോ. എന്നിട്ട് ഇതിൽ കിടന്നിട്ട് ഈ വെള്ളം വറ്റണം, ഈ മസാലയൊക്കെ അതിൽ പിടിക്കണം. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഇതിനൊരു സ്വാദ്. അപ്പോൾ നമുക്കിത് ഈ വെള്ളം ഒന്ന് വറ്റണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഈ സമയത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കാം കേട്ടോ. ഉപ്പ് നിങ്ങൾക്ക് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. ഇതേ കണ്ടില്ലേ, നമ്മുടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കടല ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഞാനിതാ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയൂ കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.